വൈക്കം മഹാദേവ ക്ഷേത്രഭൂമിയിൽ വ്യാപക കയ്യേറ്റം. ക്ഷേത്രഭൂമി രേഖകളിൽ റവന്യൂ പുറമ്പോക്കാക്കി കയ്യേറ്റത്തിന് സർക്കാരും ദേവസ്വം ബോർഡും ഒത്താശ ചെയ്തു. 2023 ഡിജിറ്റൽ സർവേയിലാണ് ക്ഷേത്രഭൂമി റവന്യൂ പുറമ്പോക്കാക്കി മാറ്റിയത്. റവന്യൂ വകുപ്പും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഭൂമി കയ്യേറ്റക്കാർക്ക് കൂട്ടുനിന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിശദാംശങ്ങളുമായി ജിജീഷ് കർണാകരൻ ചേരുന്നു. ജിജീഷ്, റവന്യൂ വകുപ്പിന്റെയും അതുപോലെ ദേവസ്വം ബോർഡിന്റെയും ഒത്താശയോടെയാണ് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾ ക്ഷേത്രഭൂമി കയ്യേറിയത് എന്ന വിശദാംശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദൃശ്യ, നിരവധി ക്ഷേത്രഭൂമികൾ ഇത്തരത്തിൽ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. പലതും ഇത്തരം ക്ഷേത്രഭൂമികൾ നഷ്ടപ്പെടുന്നതിന് കാരണക്കാരായിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനെല്ലാം ഒത്താശ ചെയ്തിട്ടുള്ളത് സർക്കാരും ദേവസ്വം ബോർഡുകളാണ് എന്ന് വ്യക്തമാണ്. അതിൽ ഏറ്റവും ഒടുവിലുള്ള ഒരു ഉദാഹരണം മാത്രമായി മാറുകയാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ 3 ഏക്കറോളം ഭൂമി ഇപ്പോൾ നിലവിൽ അന്യാധീനപ്പെട്ട് കഴിഞ്ഞു. ഇതെല്ലാം തന്നെ റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നടന്ന ഡിജിറ്റൽ സർവേയിലാണ് ഈ ഒരു തിരിമറി അല്ലെങ്കിൽ ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അത് തിരുത്താനോ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാനോ അധികൃതർ ഇതുവരെ ശ്രമിച്ചില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കാരണം ഈ ക്ഷേത്രഭൂമി നഷ്ടപ്പെടുമ്പോൾ അതിൽ സ്വാഭാവികമായും ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇടപെടേണ്ടതാണ്. വൈക്കം ക്ഷേത്രത്തിന്റെ ഇത്രയധികം ഭൂമി ഒരുമിച്ച് നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ക്ഷേത്രഭൂമി രേഖകളിൽ റവന്യൂ പുറമ്പോക്ക് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തിരുത്താൻ കഴിയുന്നതാണ്. 2023 ഡിജിറ്റൽ സർവേയിലാണ് അങ്ങനെ രേഖപ്പെടുത്തിയത്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഭൂമി നഷ്ടപ്പെടുന്ന സ്ഥിതി സംജാതമാകട്ടെ എന്ന നിലയിൽ തന്നെയാണ് ദേവസ്വം ബോർഡുകൾ പോകുന്നത്. 2023 ഡിജിറ്റൽ സർവേയിൽ ക്ഷേത്രഭൂമിയും റവന്യൂ പുറമ്പോക്കായി മാറുകയായിരുന്നു. യഥാർത്ഥ രേഖകൾ അത് ശ്രമങ്ങൾ നടക്കുന്നതായുള്ള ഒരു സംശയമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകളെല്ലാം തന്നെ ഉള്ളത്. ബന്ധപ്പെട്ട ഈ രേഖകളെല്ലാം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിൽ ഡിജിറ്റലൈസ് ചെയ്ത വിവരങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ഇതെല്ലാം റവന്യൂ പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയതായി കാണാനും കഴിയുന്നത്. ഭൂമി കയ്യേറ്റക്കാർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു നിലപാട് അത് റവന്യൂ വകുപ്പാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെങ്കിലും സ്വീകരിക്കുന്നു. കാരണം റവന്യൂ വകുപ്പിന് സ്വാഭാവികമായും ഈ രേഖകൾ കൃത്യമായി തന്നെ സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിയുമായിരുന്നു. അങ്ങനെ സമർപ്പിച്ചില്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് ആ രേഖകളുടെ പകർപ്പുകൾ എടുക്കാൻ റവന്യൂ വകുപ്പിനും കഴിയുമായിരുന്നു. എന്നാൽ ഈ 2 വിഭാഗങ്ങളും ഇക്കാര്യത്തിൽ പൂർണ്ണമായും തന്നെയുള്ള ഒരു അമാന്തമാണ് കാണിച്ചിരിക്കുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രം അതുപോലെ തന്നെ കാലാക്കൽ ക്ഷേത്രം എന്നിവയുടെ ഭൂമിയാണ് പ്രധാനമായും നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നീ ക്ഷേത്രങ്ങളുടെ ബേസിക് സർവേ സെറ്റിൽമെന്റ് പ്രകാരം വൈക്കം നടുവിലെ വില്ലേജിൽ 937 തണ്ടപ്പേരിൽ പെട്ടതാണ് എന്നാണ് ഡിജിറ്റൽ സർവേ അനുസരിച്ച് ക്ഷേത്രഭൂമികൾ പുറമ്പോക്കായി രേഖപ്പെടുത്തി എന്നതാണ് വസ്തുത. കാലക്രമേണ പല ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ നിരവധി ക്ഷേത്രങ്ങളുടെ ഭൂമികൾ ഇതേ രീതിയിൽ തന്നെ സ്വകാര്യ വ്യക്തികൾ കയ്യേറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് വൈക്കത്തും സംഭവിക്കുന്നത്. അവിടെ ക്ഷേത്രഭൂമികൾ ചില സ്വകാര്യ വ്യക്തികളുടെ കൈവശം വരുന്നു, അവരത് മറച്ചു വിൽക്കുന്നു. അങ്ങനെ കൈമാറി പല ആളുകളുടെ കൈവശം ഈ ഭൂമി എത്തുന്നു. ക്ഷേത്രത്തിന് ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം. 11.5 ഏക്കറോളം ഭൂമിയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ഉള്ളത്. അതിൽ 9.5 ഏക്കറോളം ഭൂമി മാത്രമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. ബാക്കി ഭൂമി മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. ദേവസ്വം ഭൂമി നഷ്ടപ്പെട്ടു പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം വടക്കേ നടയിലെ തന്ത്രിമഠം. വൈക്കം ക്ഷേത്രത്തിന്റെ ദിനചര്യകൾ കൃത്യമായി തന്നെ നടക്കുന്നതിന് വേണ്ടിയും അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ്. അതടക്കം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം, കൈമറഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യമാണ് പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി, നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി നിയമ പോരാട്ടങ്ങൾ അടക്കം നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സമ്മർദ്ദം ചെലുത്തുന്ന, അതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് പിന്നാലെ ഓടി നടക്കുന്ന നിരവധി ഭക്തജനങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രഭൂമി തിരികെ കിട്ടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. മുരാരി ബാബു ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കെ 2023 സമയത്താണ് ഈ ഡിജിറ്റൽ രേഖകൾ പുതുക്കിയിട്ടുള്ളത് എന്ന കാര്യമാണ്. ഡിജിറ്റൽ രേഖകളിൽ അത് പുറമ്പോക്ക്, റവന്യൂ പുറമ്പോക്കാണ് എന്ന് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ദുരൂഹതകളുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, ഭൂമി നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുമുള്ള ഒത്താശ ചെയ്തതാണോ എന്ന സംശയമാണ് ബലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2023 ശേഷം ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും ആ യഥാർത്ഥ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് ഡിജിറ്റലൈസേഷനിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഡിജിറ്റൽ രേഖകളാക്കുന്നതിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. മാത്രമല്ല, എത്ര ക്ഷേത്രഭൂമി നിലവിലുണ്ട് ക്ഷേത്രത്തിന്റെ കൈവശമെന്നോ ഇനി ബാക്കി എത്രയുണ്ട് എന്നോ പരിശോധിക്കാനുള്ള
തരത്തിലുള്ള നടപടികളോ അതിന്റെ രേഖകളോ ഒന്നും തന്നെ പരിശോധിക്കപ്പെടുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. ജിജേഷ്, ഭക്തരുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ എന്തെങ്കിലും പ്രതിഷേധം അത്തരത്തിലുള്ള എന്തെങ്കിലും പരിപാടികൾ ആയിട്ടുണ്ടോ? ദൃശ്യ ഭക്തർ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ ശക്തമായ ഒരു പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് നീങ്ങേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രോത്സവം നടക്കുന്നു, വൈക്കത്തഷ്ടമി നടക്കുന്നു. അതിന്റെ ആഘോഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് തന്നെ കടക്കും. കാരണം ഇത്തരത്തിൽ ക്ഷേത്രഭൂമി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി സംജാതമായിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ ഭൂമി ക്ഷേത്രത്തിനുള്ളതാണ്, അത് നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. കാരണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ഭൂമി നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത് റവന്യൂ പുറമ്പോക്ക് എന്ന് രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാം എറണാകുളം ജില്ലയിലടക്കം പല ക്ഷേത്രങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ക്ഷേത്രഭൂമികൾ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എല്ലായിടത്തും ആവർത്തിക്കുകയും ചെയ്യുന്നത്. നിരവധി ക്ഷേത്രങ്ങളുടെ ഭൂമികൾ അത് അധികൃതരുടെ താല്പര്യക്കുറവ് മൂലവും ദേവസ്വം ബോർഡുകളുടെ താല്പര്യക്കുറവ് മൂലവും അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒത്തുകളി മൂലവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടങ്ങൾ, ഒറ്റയാൾ പോരാട്ടങ്ങളും കൂട്ടായ പോരാട്ടങ്ങളും എല്ലാം പല ഭാഗങ്ങളിൽ നടക്കുന്നു. പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നടത്തുന്നു. എറണാകുളത്ത് പള്ളുരുത്തി അഴകിയാവ് ക്ഷേത്രത്തിന്റെ ഭൂമി നഷ്ടപ്പെട്ടതിന്റെ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. പലവട്ടം ജനൻ ടി വി തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരുന്നു. അതേ സമാനമായ രീതിയിൽ മറ്റു നിരവധി ക്ഷേത്രങ്ങളുടെ ഭൂമികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതെല്ലാം തിരിച്ചു പിടിക്കണം എന്നൊരാവശ്യം ഉയരുമ്പോൾ തന്നെയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിനും ഭൂമി നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു. രേഖകളിൽ അത് റവന്യൂ പുറമ്പോക്കെന്ന് രേഖപ്പെടുത്തുന്നതോടുകൂടി തന്നെ ക്ഷേത്രത്തിന് ഉള്ള അവകാശം അതിൽ ഇല്ലാതായി മാറുന്നു. ചില സ്വകാര്യ വ്യക്തികൾക്ക് അതിൽ കയ്യേറ്റത്തിനും അത് സ്വന്തമാക്കാനുമുള്ള അവസരം കൂടി വന്നു ചേരുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡാണ് നടപടിയെടുക്കേണ്ടത്, സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്, റവന്യൂ വകുപ്പാണ് നടപടിയെടുക്കേണ്ടത്. കാരണം ഇത്തരത്തിൽ അത് റവന്യൂ പുറമ്പോക്കി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് റവന്യൂ വകുപ്പിന്റെ കൂടി വീഴ്ചയാണ്. ഡീറ്റെയിലൈസേഷൻ നടക്കുന്ന സമയത്ത് ഭൂമിയുടെ സർവേ രേഖകൾ കൃത്യമായി പരിശോധിക്കേണ്ടതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അത് ദുരീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഉത്തരവാദിത്തം, ബാധ്യത ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ രണ്ട് ബോർഡ്, ദേവസ്വം ബോർഡാണെങ്കിലും ഒപ്പം തന്നെ റവന്യൂ വകുപ്പാണെങ്കിലും പരസ്പരം യാതൊരു ആശയവിനിമയവും ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. തങ്ങളുടെ ഭൂമി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലെ ഭൂമി നഷ്ടപ്പെടുമ്പോൾ ഇതേ ഒരു സ്ഥിതി തന്നെയാണ് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ജിജീഷ്, 11 ഏക്കറോളം ഭൂമിയാണ് ക്ഷേത്രത്തിന് സ്വന്തമായിട്ടുള്ളത്. ഇതിൽ 3 ഏക്കറോളം ഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതായി ഇപ്പോൾ ഡിജിറ്റൽ സർവേയിൽ വ്യക്തമാക്കുന്നത്. 2023 നടന്ന ഡിജിറ്റൽ സർവേയിലാണ്. ഈ ഡിജിറ്റൽ സർവേയിൽ ഇത്തരത്തിൽ ക്ഷേത്രഭൂമിയാണെന്ന് മാറ്റുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടിയും ഇത്രയും കാലമായിട്ടും ഉണ്ടായിട്ടില്ലേ? ദൃശ്യ അത് തന്നെയാണ് ഏറ്റവും നിരവധി സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ 2 വർഷം പിന്നിട്ടിരിക്കുന്നു. സ്വാഭാവികമായും ആ സർവേ അല്ലെങ്കിൽ അത് ഭൂമിയുടെ വിവരങ്ങൾ ഓൺലൈനായി പരിശോധിക്കുന്ന ആർക്കും അത് കണ്ടെത്താൻ കഴിയും. അത് കണ്ടെത്തിയ ആളുകൾ അപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് അധികൃതരെ അറിയിച്ചിരുന്നു. അവിടെയുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലും ഒപ്പം തന്നെ ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് ഓഫീസുകളിലും ഉദ്യോഗസ്ഥരെയും എല്ലാം തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നു. ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീറ്റെയിൽ സർവേ അനുസരിച്ച് ക്ഷേത്രഭൂമികൾ റവന്യൂ പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി സംജാതമായിരിക്കും. അതിവേഗത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചില്ല അല്ലെങ്കിൽ റവന്യൂ വകുപ്പിന് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ള വീഴ്ച, തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. കാര്യങ്ങൾ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയും പഴയ രേഖകൾ 1911 രേഖകൾ കൊണ്ടുവന്നുകൊണ്ട് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്, അവരുടെ ബാധ്യതയാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. വൈക്കം മഹാദേവ ക്ഷേത്രം, കാലാക്കൽ ക്ഷേത്രം, അതിനോട് അനുബന്ധമായി തന്നെയുള്ള കാലാക്കൽ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ ബേസിക് സർവേ സെറ്റിൽമെന്റ് പ്രകാരം വൈക്കം നടുവിലെ വില്ലേജിൽ 937 നമ്പർ തണ്ടപ്പേരിൽ പെട്ടതാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഡിജിറ്റൽ സർവേ അനുസരിച്ച് ക്ഷേത്രഭൂമികൾ റവന്യൂ പുറമ്പോക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അതിലുള്ള ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അതായത് നടുവിലെ വില്ലേജിൽ തണ്ടപ്പേരിൽ ഉൾപ്പെട്ട 937 തണ്ടപ്പേരിൽ ഉൾപ്പെട്ട ഭൂമി എങ്ങനെയാണ് റവന്യൂ പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്താൻ അധികൃതർക്ക് കഴിയുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഇത് കയ്യേറ്റത്തിന് ഒത്താശ ചെയ്യുന്നതിന്
പിടിക്കുന്നതിന് വേണ്ടിയാണ്, കയ്യേറ്റക്കാർക്ക് കുട പിടിക്കുന്നതിന് വേണ്ടിയാണ്, കയ്യേറ്റക്കാർക്ക് എല്ലാവിധ ഭൂമി കയ്യേറ്റത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും തുടർ നടപടികൾ ശക്തമാക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന ഒരു ആവശ്യമാണ് പറയുന്നത്. പഴയ ബേസിക് സർവേയിൽ പറയുന്ന പല ദേവസ്വം ഭൂമിയും ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ കൈവശമാണ് ഉള്ളത്. അതായത് 911 അടക്കമുള്ള രേഖകളിൽ പറയുന്ന പല വിവരങ്ങളും പല ദേവസ്വം ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തി അവർ കരമെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി സംജാതമാക്കിയിരിക്കുന്നത്. സംരക്ഷിക്കപ്പെടേണ്ട ദേവസ്വം ഭൂമികൾ ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തുന്നത് ദേവസ്വം ബോർഡുകൾക്കുള്ള ഒരു പങ്ക് തന്നെയാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ഭൂമി അത് രേഖകളിൽ റവന്യൂ പുറമ്പോക്കി എന്നത് മാറ്റാനും ഡീറ്റെയിലൈസേഷൻ നടപടികളിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ, ഡീറ്റെയിൽ രേഖകളിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്താനും ശ്രമിക്കേണ്ടതാണ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. സമാനമായ മറ്റ് പല ക്ഷേത്രങ്ങളിലും അത്തരം നടപടികൾക്ക് തുടക്കമിടണമെന്ന ആവശ്യം ഭക്തജനങ്ങൾ ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഏക്കർ കണക്കിന്, ആയിരക്കണക്കിന് ഏക്കർ ക്ഷേത്രഭൂമി കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിട്ടുണ്ട്. അവിടെ കടമുറികൾ പണിതിട്ടുണ്ട്, വീടുകൾ പണിതിട്ടുണ്ട്, മറ്റ് ബഹുനില മന്ദിരങ്ങൾ പണിത് കൂട്ടിയിട്ടുണ്ട്, ഓഫീസുകൾ പണിതിട്ടുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലായി ക്ഷേത്രഭൂമികൾ മാത്രം ഇത്തരത്തിൽ വലിയ തോതിൽ കയ്യേറ്റം ചെയ്യപ്പെടുമ്പോൾ അതെല്ലാം നോക്കി നിൽക്കുന്ന ഒരു സമീപനം ദേവസ്വം ബോർഡുകൾ, അത് കൊച്ചി ദേവസ്വം ബോർഡാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെങ്കിലും മലബാർ ദേവസ്വം ബോർഡാണെങ്കിലും എല്ലാം തന്നെ ദേവസ്വം ബോർഡുകൾക്കെല്ലാം ഒരേ സമീപനമാണ് ഇക്കാര്യത്തിലുള്ളത്. അത് ആരെങ്കിലും ആ ഭൂമി കൊണ്ടുപോയിക്കട്ടെ, ദേവസ്വം ബോർഡിന്റെ ഭൂമി, ദേവസ്വം ഭൂമി, ദേവന്റെ ഭൂമി, അത് ആര് വേണമെങ്കിലും കൈവശമാക്കിക്കോട്ടെ എന്ന ഒരു സമീപനത്തിലേക്ക് അവർ പൂർണ്ണമായും മാറുന്നു. ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നൊരു തോന്നൽ പോലും ഇല്ലാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ശരി, ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്കാണ്. കാലാക്കൽ ക്ഷേത്രവും വൈക്കം ക്ഷേത്രവും റവന്യൂ പുറമ്പോക്ക് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയേക്കുവാണ്. റവന്യൂ പുറമ്പോക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ഡിജിറ്റൽ സർവേയിൽ റവന്യൂ പുറമ്പോക്ക് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയേക്കാണ്. ആയത് 2023 കാലഘട്ടങ്ങളിലാണ് ഇത് ഡിജിറ്റൽ സർവേ നടന്നത്. ആ ഡിജിറ്റൽ സർവേയിൽ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരിശോധിച്ചപ്പോഴത്തേക്കും എൻ്റെ ഭൂമി പോലുള്ള പോർട്ടലുകളിൽ നമ്മൾ നോക്കുമ്പോഴും നേരിട്ട് ചെന്ന് ചോദിക്കുമ്പോഴും പറയുന്നത് റവന്യൂ പുറമ്പോക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ദേവസ്വം ഭൂമിയായിരുന്ന ഈ സ്ഥലങ്ങൾ റവന്യൂ പുറമ്പോക്കാക്കുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് അനുകൂലമായിട്ട് അവരുടെ, അതായത് ദേവസ്വം ഭൂമി കൈകാലാക്കി വെച്ചേക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒത്താശ ചെയ്ത് കൊടുക്കലാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ദേവസ്വം ബോർഡും തമ്മിൽ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ബേസിക് സർവേ സെറ്റിൽമെൻറ്റായ 1911 സർവേ സെറ്റിൽമെൻറ്റ് പ്രകാരം ഉള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ ദേവസ്വം വക പാട്ട വസ്തുക്കളും ദേവസ്വം ഭൂമിയും ഒരുപാട് കയ്യേറി വച്ചിരിക്കുകയാണ് ജനങ്ങൾ. പൊതുജനങ്ങളിൽ പലരും കയ്യേറി വച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശ്രീ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഭൂമിയാണ് ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിരിക്കുന്നത്. 2023 നടന്ന ഡിജിറ്റൽ സർവേയിലാണ് ക്ഷേത്രഭൂമി റവന്യൂ പുറമ്പോക്കാക്കി മാറ്റിയിരിക്കുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെയും കാലാക്കൽ ക്ഷേത്രത്തിൻ്റെയും 3 ഏക്കറോളം വരുന്ന ഭൂമിയാണ് ഇപ്പോൾ റവന്യൂ പുറമ്പോക്കായി മാറിയിരിക്കുന്നത്.